എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഉള്ളത് തേർഡ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ സാധിക്കുമോ, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷനാണോ ടെമ്പററി അഡ്മിഷനാണോ എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു മുഖ്യഘട്ടത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ അലോട്ട്മെൻ്റ് ആണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ 15-ാം തീയതിയോടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ജൂൺ 15 എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് വരിക. ഞായറാഴ്ചയാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റ് വരിക. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുക, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ HSCAP വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ SWSൻ്റെയും MRSൻ്റെയും, SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റാണ്, MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണ്. അപ്പോൾ അതിൻ്റെ തേർഡ് അലോട്ട്മെൻ്റ് ആണ് ഇവ രണ്ടിൻ്റെയും ഉണ്ടാവുക. സ്പോർട്സ് കോട്ടയുടേതാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ഏതൊക്കെ അപേക്ഷയാണ് സ്പോർട്സ് കോട്ടയിൽ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടോ, അതുപോലെ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി മെറിറ്റ് സീറ്റിലേക്ക്, അതായത് SWS വഴി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ, ഏതിലൊക്കെയാണ് അപേക്ഷിച്ചത് അതിൻ്റെയൊക്കെ കാൻഡിഡേറ്റ് ലോഗിൻ ചെക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ SWS മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് മാത്രമേ പരിശോധിക്കത്തുള്ളൂ. നിങ്ങൾ ആണെങ്കിൽ ബാക്കിയുള്ള സ്പോർട്സിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ HSCAP വെബ്സൈറ്റിലെ ഏത് ലിങ്കിലൂടെയാണ് നിങ്ങൾ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്കുകളിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന ഞാൻ അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ അത് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. നിങ്ങൾ മറ്റ് ലിങ്കുകൾ കൂടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കൂടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാജുലേഷൻസ്, അതായത് രണ്ട് തരത്തിലാണ് കൺഗ്രാജുലേഷൻസ് ഉണ്ടാവുക. ഒന്നാമത്തേത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതായത് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് 1, 2, 3 അല്ല 1, 2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് പച്ചക്കളറിൽ കാണാനായിട്ട് പറ്റുക. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത്, ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഹയർ ഓപ്ഷൻ, അതായത് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതായത് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺഗ്രാജുലേഷൻസ് കാണാൻ പറ്റുക. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. അതിനുശേഷം അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, അതായത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഈ ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് നേടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട്, അതായത് അതുവരെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ആണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ്, അതായത് ഇപ്പോൾ രണ്ടാമത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് എവിടെയാണോ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയത് അവിടെ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് ആക്കുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഒരു മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നടത്താത്തതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. കാരണം മുഖ്യഘട്ടത്തിലുള്ള അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റത്തെ അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ വീണ്ടും പുതുതായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടി വരിക.
അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ 5 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെ ഓപ്ഷനോ നാലാമത്തെ ഓപ്ഷനോ ഏത് ഓപ്ഷൻ ആയിക്കോട്ടെ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതായത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ ഇപ്പോൾ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് എനിക്കിപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ എല്ലാം ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് 5ാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അത് ഏറ്റവും ലാസ്റ്റ് നോക്കുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നോക്കുന്ന സമയത്ത് 5ാമത്തെ ഓപ്ഷനിലായിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് അവിടെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതായത് അതിനർത്ഥം എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതായത് ഏത് സ്കൂളിലാണോ ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക്, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും നേടിയിട്ടുണ്ടാവുക, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഹയർ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെയിം സ്കൂളിൽ തന്നെ, അതായത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയിൽ ആ ഒരു അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു കിട്ടിയിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ രക്ഷിതാവിനെ കൂട്ടിയിട്ട് ആ ഒരു സ്കൂളിൽ പോവുക, ഫീസ് അടക്കുക, പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് മറ്റൊരു സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആദ്യം അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്, അതായത് എനിക്ക് എവിടെയാണോ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നും എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ്, ഏത് സ്കൂളിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു സ്കൂളിൽ ഞാൻ രക്ഷിതാവിനെയും കൂട്ടി എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആദ്യമേ വാങ്ങിച്ച ശേഷം ഞാൻ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം യാതൊരു വിധത്തിലും ടെമ്പററി അഡ്മിഷൻ ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സാണ് തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് മാറുന്നതിനുള്ള ഒരു അവസരം ലഭ്യമാവുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരിക്കും റാങ്ക് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അതായത് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കാണാൻ പറ്റുമോ എന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നതല്ല. കാരണം നിങ്ങളുടെ എല്ലാവിധ ഓപ്ഷൻസും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം റിമൂവ് ചെയ്യപ്പെടും. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് അവസാനിച്ചതുകൊണ്ട് തന്നെ പിന്നീട് ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് ഇല്ല. പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം റാങ്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 15-ാം തീയതി ആണ്. 15 എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 16-ാം തീയതി മുതലാണ് ഇതിൻ്റെ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് അതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകി അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 15-ാം തീയതിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷനിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നേടുക. അതല്ലെങ്കിലും ഇഷ്ടപ്പെടാത്ത ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയാണ് എടുക്കേണ്ടി വരിക. പിന്നീട് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് അപേക്ഷിച്ച് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.